നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. Three nations, a new chapter in space takes flight. Godspeed AX4. ആക്സിയം 4 വിക്ഷേപണം വിജയം, ചരിത്രം കുറിച്ച് ഭാരതം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികനായ രണ്ടാമത്തെ ഭാരതീയനായി ശുഭാൻഷു ശുക്ല. ആവേശവും ദേശഭക്തിയും ജ്വലിപ്പിച്ച ഭാരതീയരോട് ശുഭാൻഷുവിൻ്റെ അഭിസംബോധന. नमस्कार मेरे प्यारे देशवासियों, व्हाट अ राइड। 40 साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी। उस समय हम 7.5 किलोमीटर प्रति सेकंड की रफ्तार से വയനാട്ടിൽ കനത്ത മഴ, ചൂരൽമലപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. ഉരുൾപൊട്ടലെന്ന് സംശയം, സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ആളുകളെ ഒഴിപ്പിക്കുന്നു, പ്രതിഷേധവുമായി നാട്ടുകാർ. PFI ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേർ. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ലിസ്റ്റിൽ. 2047 ഇസ്ലാമിക രാഷ്ട്രം ലക്ഷ്യം വെച്ചെന്നും NIA റിപ്പോർട്ട്. ജനാധിപത്യത്തെ തുറങ്കിലടച്ച അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 ആണ്ട്. ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോരാട്ടത്തിൽ ഉറച്ചു നിന്നവർക്ക് അഭിവാദ്യം. ഭരണഘടനാ ഹത്യാദിനമായി ആചരിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി. ഒരു മതത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല. തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുലിനെ ക്ഷണിച്ചിട്ടും പങ്കെടുത്തില്ലെന്നും സ്വാമി. നികുതി പിരിവിന് CC പിടുത്തം മാതൃകയുമായി മോട്ടോർ വാഹന വകുപ്പ്. നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും. PPP മാതൃകയിൽ അംഗീകൃത വാഹന ജപ്തി യാർഡുകൾക്ക് പ്രാഥമിക അനുമതി. ജനം ബ്രേക്കിംഗ്. ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ജമ്മു കശ്മീരിനെ ഒഴിവാക്കി ഡോക്യുമെന്ററി. കോഴിക്കോട് മെയ്ത്ര ആശുപത്രിക്കെതിരെ പരാതിയുമായി ഹിന്ദു ഐക്യവേദി. ഭാരതത്തെ വികലമായി ചിത്രീകരിച്ചത് പരസ്യ വീഡിയോയിൽ. പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് പരസ്പരം ആക്രമിക്കാതെ ഇസ്രയേലും ഇറാനും. B-2 ബോംബറുകൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായി ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക. ഓപ്പറേഷൻ സിന്ധു താൽക്കാലികമായി നിർത്തി ഭാരതം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചൈനീസ് റഷ്യൻ പ്രതിരോധ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച. വാർത്തകൾ വിശദമായി നോക്കാം. ആവേശവും ദേശഭക്തിയും ജ്വലിപ്പിച്ച് ശുഭാൻഷുവിൻ്റെ അഭിസംബോധന. 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതം വീണ്ടും ബഹിരാകാശത്തെത്തിയെന്ന് ശുഭാൻഷു ശുക്ല. ഈ അത്ഭുതകരമായ യാത്ര ISSലേക്ക് മാത്രമുള്ളതല്ലെന്നും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഭാരതത്തിൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ്റെ തോളിലെ ത്രിവർണം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഈ യാത്രയുടെ ഭാഗമാകണം. നിങ്ങളുടെ നെഞ്ച് അഭിമാനഭാരത്താൽ വീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജയ് ഹിന്ദ്,
ജയ് ഭാരത് വിളികളോടെയാണ് പേടകത്തിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചത്. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 വിക്ഷേപണം. नमस्कार मेरे प्यारे देशवासियों, व्हाट अ राइड। 40 साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी। इस समय हम 7.5 किलोमीटर प्रति सेकंड की रफ्तार से पृथ्वी के चारों तरफ घूम रहे हैं और मेरे कंधे पे मेरे साथ मेरा तिरंगा है जो मुझे बता रहा है कि नहीं हूँ, मैं आप सबके साथ हूँ। ये मेरी इंटरनेशनल स्पेस स्टेशन तक की जर्नी की शुरुआत नहीं है, ये भारत के ह्यूमन स्पेस प्रोग्राम की शुरुआत है और मैं चाहता हूं कि आप सभी देशवासी इस यात्रा का हिस्सा बने। आपका भी सीना दिल से चौड़ा होना चाहिए, आप भी उतना ही एक्साइटमेंट दिखाइए। आइए हम सब मिलकर भारत की ह्यूमन स्पेस प्रोग्राम की जर्नी की शुरुआत करें। धन्यवाद। जय हिंद, जय भारत। ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ, ശുഭാൻഷു പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ നെഞ്ച് അഭിമാന ഭാരത്താൽ വീർക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത് വിളികളോടെയാണ് പേടകത്തിൽ നിന്ന് ശുഭാൻഷു ശുക്ല സംസാരിച്ചത്. എന്താണ് വിശദാംശങ്ങൾ ഐസൻ? തീർച്ചയായും അനിൽ നമ്പ്യാർ, ശുഭാൻഷു ശുക്ലയുടെ ആ വാക്കുകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും ആവേശഭരിതമായി ശാസ്ത്രലോകവും ഭാരതീയരും ഭാരതത്തിലെ ശാസ്ത്രജ്ഞരും യുവാക്കളും എല്ലാം തന്നെ നെഞ്ചിലേറ്റുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഏറെ അത്ഭുതത്തോടെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ നോക്കുന്നത്. 41 വർഷം പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 41 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ് 1984 രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം രണ്ടാമതായി ബഹിരാകാശത്തെത്തുന്ന വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹം ഇപ്പോൾ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹിരാകാശ യാത്രയ്ക്കിടെ ഭാരതത്തിന് നൽകിയ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാത്രമല്ല ഇത് ഒരു അത്ഭുതകരമായ യാത്രയെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. മറ്റൊരു സുപ്രധാനമായ കാര്യം അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നത് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നു എൻ്റെ തോളിലെ ത്രിവർണ്ണ പതാക എന്ന്. നമുക്കറിയാവുന്നതാണ് ഈ ബഹിരാകാശ യാത്രികരുടെ എല്ലാം സ്പേസ് സ്യൂട്ടിൽ അതായത് രാജ്യങ്ങളുടെ എംബ്ലം കൂടി ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള എംബ്ലം, ഭാരതത്തിൻ്റെ എംബ്ലം, ഭാരതത്തിൻ്റെ പതാകയുടെ എംബ്ലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അദ്ദേഹത്തിൻ്റെ സ്പേസ് സ്യൂട്ടിലുമുണ്ട്. ആ സ്പേസ് സ്യൂട്ടിലുള്ള എംബ്ലത്തെ ഓർത്ത് അദ്ദേഹം അഭിമാനിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്ന് അത് വിളിച്ചു പറയുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാം. ഈ യാത്ര കേവലം ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലേക്ക് മാത്രമുള്ളൊരു യാത്രയല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിൻ്റെ അതായത് ഭാരതത്തിൻ്റെ ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യഘട്ടം എന്നൊരു യാത്ര അല്ലെങ്കിൽ തുടക്കമായ ഒരു യാത്ര കൂടിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും അഭിമാനം സൂചിക്കുന്ന വാക്കുകളിൽ തന്നെ അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന് പറഞ്ഞാണ്. തീർച്ചയായും ആ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് 41 വർഷത്തിന് ശേഷം ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് നിന്ന് ലോകത്തോട് അതായത് ഭാരതത്തോട് വിളിച്ചു പറയുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് രാകേഷ് ശർമ്മയും ഇതുപോലെ ബഹിരാകാശത്തെത്തി പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നു. അന്നത്തെ ബഹിരാകാശ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇലക്ട്രോണിക് രംഗം വളരെയധികം വളർന്നിരിക്കുന്നു. ഓരോരുത്തർക്കും അതായത് നമുക്കിപ്പോൾ കേട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ നമ്മൾ അതൊരു പത്രവാർത്തകളിലാണ് അറിഞ്ഞതെങ്കിൽ ഇന്ന് അത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നിമിഷങ്ങൾക്കകം കേൾക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന ശാസ്ത്ര നേട്ടത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അഭിമാനകരമായൊരു നേട്ടം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 4 അംഗങ്ങളുള്ള ബഹിരാകാശ യാത്രാ സംഘമാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ 12:01 അല്പസമയം മുമ്പായിരുന്നു വിക്ഷേപണം നടന്നത്. വിക്ഷേപണം കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപണം നടന്നു. ഇനി 29 മണിക്കൂറോളം നീളുന്ന അതായത് 28.5 മണിക്കൂറിലേറെ വരാവുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് ശേഷമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ പേടകം ഡോക്ക് ചെയ്യുക, അതായത് ബഹിരാകാശ നിലയവുമായി കൂടിച്ചേരുക. ആ കൂടിച്ചേരുന്നതിന് ശേഷം ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. നമുക്കറിയാവുന്നതാണ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ് ഒക്കെ തിരിച്ചു വന്നതും പോയതും എല്ലാം തന്നെയുള്ള ആ വലിയ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പോയ സമയത്തും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നു, അതായത് ഓരോരോ ഘട്ടങ്ങളിലായി പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ അവർ തിരിച്ച് തിരിച്ച് ബഹിരാകാശ പേടകത്തിലേക്ക് തിരിച്ചു വരുന്ന ഡ്രാഗൺ ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു, തിരിച്ച് ഭൂമിയിലെത്തുന്നതെല്ലാം തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നൊരു കാലമുണ്ട്. ഇനി 14 ദിവസം ആ ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടം
കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ യാത്ര 14 ദിവസത്തേക്ക് നീളുന്നൊരു യാത്രയാണ്. അതുപോലെ തന്നെ 28 മണിക്കൂറാണ് ഈ യാത്ര. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഹിരാകാശ നിലയം ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു യാത്രയാണ്. അതിൻ്റെ ഭാഗമായി ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു പേടകത്തിലിരുന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് എന്നതാണ്. ഒരു സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിലാണ് ഈ പേടകം സഞ്ചരിക്കുക. ബഹിരാകാശ പേടകങ്ങളെല്ലാം തന്നെ സഞ്ചരിക്കുക ഒരു സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബഹിരാകാശ പേടകത്തിൻ്റെ വേഗത. അത്തരത്തിൽ അതിവേഗം സഞ്ചരിച്ച് നാളെ 28-29 മണിക്കൂറിനുള്ളിൽ ബഹിരാകാശ നിലയത്തിൽ അത് ഡോക്ക് ചെയ്യും. നാളെ 4:30 ഡോക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഡോക്കിംഗ് പ്രോസസ്സാണ് ഇനി അടുത്തൊരു പദ്ധതി. എന്തു തന്നെയായാലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിക്ഷേപണമാണ് നടന്നത്. 5 തവണ മാറ്റിവെച്ച് 6ാം തവണ ഈ വിക്ഷേപണം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. പല സാങ്കേതിക പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ആദ്യഘട്ടത്തെ മാറ്റിവെക്കലിൽ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീടുണ്ടായത് ഇതിനകത്തുള്ള, അതായത് ഈ റോക്കറ്റിലെ വിക്ഷേപണ വാഹനത്തിലെ ചില സാങ്കേതിക തകരാറുകളായിരുന്നു. ഓക്സിജൻ ലീക്കും അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കണ്ടെത്തി. അതെല്ലാം പരിഹരിച്ച് ഇന്ന് ഈ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയായിരുന്നു. കൗണ്ട് ഡൗൺ ആരംഭിച്ചതിന് ശേഷം വിജയകരമായ ആ യാത്ര നടന്നിരിക്കുന്നു. രണ്ടാമതൊരു ഭാരതീയൻ കൂടി ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് നിരവധി ഗവേഷണങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. 7 ഗവേഷണങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ അജണ്ടയിലുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ, നമുക്ക് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ശുഭാൻഷു ശുക്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ക്യാരറ്റ് ഹൽവ ഉൾപ്പെടെ അദ്ദേഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന കൗതുകം നിറഞ്ഞ ചില വാർത്തകളുണ്ട്. അതുപോലെ തന്നെ മാങ്ങ കൊണ്ടുള്ള മാംഗോ ബാർ എന്ന് പറയുന്ന മാങ്ങ വിഭവമൊക്കെ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ കുറേ കൗതുകകരങ്ങളായ കാര്യങ്ങൾ കേരളത്തിൽ നിന്നുള്ളൊരു നെൽവിത്തിനം കൊണ്ടുപോയിട്ടുണ്ട്. അതെങ്ങനെയാണ് ബഹിരാകാശത്ത് മുളയ്ക്കുക എന്നത് സംബന്ധിച്ചൊക്കെ ഗവേഷണം നടത്തേണ്ടതുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് അതിൽ തുടർ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ സുദീർഘമായ ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും വലിയൊരു നേട്ടത്തിൻ്റെയും നെറുകയിൽ ഭാരതം വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് ഈ വിക്ഷേപണത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഐസൺ, അക്സിയം 4 ബഹിരാകാശത്തേക്ക് കുതിച്ചു. ഭാരതീയനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരാണ് പേടകത്തിൽ ഉള്ളത്. ആവേശവും ദേശഭക്തിയും ജ്വലിപ്പിച്ച ശുഭാൻഷുവിൻ്റെ അഭിസംബോധന. 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതം വീണ്ടും ബഹിരാകാശത്തെത്തിയെന്ന് ശുഭാൻഷു ശുക്ല. ഈ അത്ഭുതകരമായ യാത്ര മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഭാരതത്തിൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കമാണെന്ന് ശുഭാൻഷു ശുക്ല. എൻ്റെ തോളിലെ ത്രിവർണം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഈ യാത്രയുടെ ഭാഗമാകണം. നിങ്ങളുടെ നെഞ്ച് അഭിമാന ഭാരത വീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജയ് ഹിന്ദ്, ജയ് ഭാരത് വിളികളോടെയാണ് പേടകത്തിൽ നിന്ന് ശുഭാൻഷു ശുക്ല സംസാരിച്ചത്. ഐസനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ചൂരൽമലയിലേക്ക് പോകാം. വയനാട്ടിൽ ശക്തമായ മഴ. ചൂരൽമല പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. പുഴ നവീകരണത്തിൻ്റെ ഭാഗമായി ഇരുകരകളിലും ഇട്ട മണ്ണ് ഒലിച്ചുപോയി. അട്ടമല റോഡിൽ വെള്ളം കയറുന്നു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. അതേസമയം സർക്കാർ വാഗ്ദാനം ചെയ്ത 300 രൂപ പോലും നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ. വില്ലേജ് ഓഫീസറെ പ്രദേശവാസികൾ തടഞ്ഞു. ഉദ്യോഗസ്ഥരേക്കും കത്തറുണ്ടാക്കണ്ട. നമ്മൾ ആവശ്യം എന്താ? ഞങ്ങൾ പട്ടിണി കിടക്കാൻ പറ്റില്ല. ജോലിക്ക് പോകാനുള്ള മുന്നറിയിപ്പ് പോലും സർക്കാർ തന്നിട്ടില്ല. ഇന്ന് ഇങ്ങനെ കനത്ത മഴ ഉണ്ടാവുന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലും സർക്കാർ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകുള്ളൂ. നമ്മൾ പോലീസിനേക്കും കത്തറുണ്ടാക്കണ്ട, നമ്മൾ ഉദ്യോഗസ്ഥരേക്കും കത്തറുണ്ടാക്കണ്ട. ആവശ്യമാണ്. വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി. ഈ പ്രാവശ്യം ഇപ്പോൾ വെള്ളം കഴിഞ്ഞുകൊണ്ടിട്ട് ഓടി കയറിയത് വെള്ളം ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ പോയിട്ടുണ്ടാവും. എൻ്റെ ആനുകൂല്യം 300 രൂപയ്ക്കുള്ള അതുപോലെ ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ മാറ്റി നിർത്തിക്കുകയാണ്. വർഷത്തെ റോഡിൻ്റെ സൈഡ് തന്നെയാണ്. എല്ലാ മഴയത്തും അവർ മാറി താമസിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് അവർ എല്ലാത്തിനും ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഞങ്ങൾ ഒഴിവാക്കി നിർത്തും. ഞങ്ങൾ 8 മണിയാകുമ്പോൾ പണിക്ക് ഇറങ്ങി അപ്പം അത്ര വെള്ളമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം ഒന്നിട്ടും വരുന്ന കലങ്ങി വരുന്നുണ്ട്. കയറിക്കൊണ്ടാണ് ഞങ്ങൾ സൂപ്പർവൈസറാണത്. അപ്പോൾ കയറി നിന്ന് അപ്പോഴത്തേക്ക് പിന്നെ നോക്കുമ്പോൾ അവിടെ വീട് ആദ്യം പോയ വീടിൻ്റെ മേലെ വരെ വെള്ളമായി. അന്ന് കയറി ഓടി വന്നതാണ്. ആൾക്കാർക്ക് അക്കരെ കളിക്കാൻ പറ്റിയപ്പോൾ ഒക്കെ ഞങ്ങളൊക്കെ വൈകുന്നേരം വീട്ടിൽ തന്നെ. മഴയാണെങ്കിൽ ഈ കണ്ട ജനങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിലിരിക്കുക? അതുകൊണ്ടാണ് അവർ പഠിച്ചു വരുന്നത്. 10-40 പേരുണ്ട് തൊഴിലുറപ്പിൽ. ഞങ്ങൾ മഴ ഒരു സാധനവും ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഇന്ന് വരെ 60 രൂപയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മഴയത്തെങ്കിലും വരുന്നത്.
ബേലി പാലം കടന്ന് അപ്പുറത്ത് പോയ മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുഴയുടെ ഒഴുക്ക് ഒന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് മേഖലയിലൂടെയാണ് ഇത് പോയത്, അവിടെ എന്താണ് പ്രയാസം എന്നുള്ളതും ആ പ്രദേശത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൂടി കഴിഞ്ഞിട്ട് ജനങ്ങളെ കൂടി കേട്ടതിന് ശേഷമാണ് നമുക്കൊന്ന് പോകാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് ചെറിയ ആശങ്കകളുണ്ട്. കാരണം ഇന്നലെ രാത്രി പെയ്ത മഴയാണ്. ഒരു ദിവസം മഴ പെയ്യുമ്പോഴേക്കും ഈ രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ. ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് ബേസ്ലെസ് ആണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഒരു സാഹചര്യം. അദ്ദേഹം വാസയോഗ്യമാണ്, ഇന്ന് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രദേശത്തൂടെ എടുത്ത് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അന്നും ജനം പറഞ്ഞതാണ് അതായിരിക്കരുത് മാനദണ്ഡം. നമ്മളും പറഞ്ഞതാണ് ദുരന്തത്തിന്റെ മാനദണ്ഡം ദുരന്തം മാത്രമായിരിക്കണം. അല്ലാതെ ചില കമ്മിറ്റികൾ വാസയോഗ്യമാണെന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പുഴ ഒഴുകുകയും അവിടുന്ന് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഒന്നും കൂടി പരിശോധന നടത്തി ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പറയാനുള്ളത്. ചുരമലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ചേരുന്നു. അർജുൻ, മഴ കനക്കുമ്പോൾ വയനാട്ടുകാർക്ക് ഭയമാണ്. നോക്കൂ, ശക്തമായ മഴ. ചൂരൽമല പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർ ഇനിയും മുക്തരായിട്ടില്ല. ഉരുൾപൊട്ടുമോ എന്ന ആശങ്കയുണ്ട്. തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. സർക്കാർ അനുവദിച്ച 300 രൂപ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ചൂരൽമലയിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, രാവിലെ മുതൽ വരുന്ന ശക്തമായ മഴയാണ്. ആ മഴയിലാണ് ഇത്തരത്തിൽ ഈ പുന്നപ്പുഴ, അതായത് ചൂരമലയുടെ ഒഴുകുന്ന പുന്നപ്പുഴ കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അട്ടമല ഭാഗത്തേക്കടക്കം ഈ വെള്ളം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ തൊഴിലാളികളൊക്കെ തൊട്ടപ്പുറത്ത് രാവിലെ മുതൽ പണിക്ക് പോയതാണ്. അതായത് ഈ തേയിലത്തോട്ടത്തിലടക്കം പണിക്ക് പോയവരാണ്. അവരെ അടക്കം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നേരത്തെ ഉയർന്നു നിന്നിരുന്നു. അവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു ആശങ്ക രാവിലെ ഉയർന്നു നിന്നിരുന്നു. തുടർന്ന് പിന്നീട് അക്കരെ എത്തി അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനാൽ തന്നെയും പുഴ ഇപ്പോഴും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ചില സമയത്ത് മഴ കൂടുകയും പിന്നീട് മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില സമയത്ത് മഴ ശക്തമാവുകയും പിന്നീട് മഴ അതേപോലെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തിനാൽ തന്നെയും പുഴയിലെ ജലനിരപ്പ് യാതൊരു വിധത്തിലും കുറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അല്പസമയം മുമ്പാണ് സ്പെഷ്യൽ ഓഫീസർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസർ ഇവിടെ എത്തി ആ സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നാട്ടുകാർ തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചതാണ്. ഈ ഒരു പ്രശ്നം മാത്രമല്ല തങ്ങൾക്കുള്ളത്. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 300 രൂപ അടക്കം തങ്ങൾക്ക് ലഭിക്കുന്ന 300 രൂപ 9,000 രൂപ അടക്കം ഉള്ള ആനുകൂല്യങ്ങളൊന്നും തങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. പലർക്കും അത് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ചിലർക്കൊക്കെ ആ തുക ലഭിക്കുന്നുണ്ട്, ചിലർക്ക് ആ തുക ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ, അതായത് ദുരന്തബാധിതരായവരുടെ ലിസ്റ്റിൽ പലരെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതടക്കമാണ് ഈ നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ജോൺ മത്തായി കമ്മിറ്റി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഗോസോൺ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അടക്കം ഇന്ന് വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജോൺ മത്തായിയുടെ ഈ ഒരു നിരീക്ഷണം തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ഒരു കമ്മീഷനെ ഇവിടെ നിയമിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് കൃത്യമായി തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് എവിടെയൊക്കെയാണ് സുരക്ഷിതമായ ഇടം എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് അടക്കമുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിടപ്പാടം അല്ലെങ്കിൽ കിടക്കുവാനുള്ള ഒരിടം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. ടൗൺഷിപ്പ് നിർമ്മാണം നമുക്കറിയാം 1 വർഷത്തോളമായി പകുതി പണി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത് ഈ 300 രൂപ കൃത്യമായി തന്നെ തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പല തവണയും ആ 300 രൂപ മുടങ്ങുന്നു, പലർക്കും ഈ 300 രൂപ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാതിയൊക്കെ ഈ സമയത്ത് ഉയർന്നു വരികയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ തഹസിൽദാർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തി. അതായത് പുനരധിവാസം ഇപ്പോഴും കീറാമുട്ടിയായി കിടക്കുന്നു അല്ലേ? അടിയന്തരമായി അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടം വേണം, അവർക്ക് വസിക്കാൻ ഒരു വീട് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അർജുൻ, ബേലി പാലത്തിൻ്റെ അവസ്ഥ എന്താണ്? ബേലി പാലം ഇനി ഈ പുന്നപ്പുഴ കരകവിഞ്ഞ് ഒഴുകി കഴിഞ്ഞാൽ ബേലി പാലം മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സാഹചര്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഈ ബേലിപ്പാലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആളുകൾ ഈ ഒരു പ്രദേശത്തും ചൂരൽമലയിൽ നിന്നും അപ്പുറത്തേക്ക് അക്കരയിളം മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ പോയി ഇത്തരത്തിൽ തേയില നുള്ളിയൊക്കെ ജീവിതമാർഗം കണ്ടെടുത്തുന്നത് അല്ലെങ്കിൽ ജീവിതോപാധി കണ്ടെത്തുന്നത്. ഈ ബേലിപ്പാലം ഇല്ലായിരുന്നെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ നേരിടേണ്ടി വന്നേനെ. പക്ഷേ ഈ ബേലിപ്പാലത്തിന്റെ താഴെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ട് ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സംരക്ഷണ ഭിത്തി തകരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പല
സ്ഥലങ്ങളിലും വിള്ളൽ ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വാർത്ത ചെയ്തതാണ്. മാത്രമല്ല ഈ പുന്നപ്പുഴയുടെ ഇരുവശത്തേക്കും മണ്ണ് നീക്കം ചെയ്യാൻ, അതായത് പുഴയുടെ അടിഭാഗത്തുള്ള മണ്ണും അതുപോലെ തന്നെ കല്ലും ഒക്കെ നീക്കം ചെയ്യാനുള്ള ഒരു ഫണ്ട് 109 കോടി രൂപയാണ് അതിനായി അനുവദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 2-3 JCB മാത്രം ഇവിടെ എത്തുകയും പിന്നീട് ഈ മണ്ണൊക്കെ ആ രണ്ട് സൈഡിലേക്ക്, ഈ പുഴയുടെ രണ്ട് സൈഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും അത് ഉറപ്പിച്ചിട്ടില്ല. ആ മണ്ണ് കല്ലിട്ടോ അങ്ങനെ ആ രീതിയിലോ കെട്ടിയോ ഉറപ്പിക്കാതെയാണ് മണ്ണ് വെറുതെ ഇട്ടിരുന്നത്. ആ മണ്ണാണ് പിന്നീട് ഈ കുത്തിയൊലിച്ചു വന്ന മഴയത്ത് വീണ്ടും പുഴയിലേക്ക് തന്നെ ഒഴുകി എത്തിയത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ജലനിരപ്പ് കൂടുവാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇത്തരത്തിൽ മണ്ണ് വീണ്ടും ആ പുഴയിലേക്ക് ഒഴുകുന്നു, പുഴയിലെ ജലനിരപ്പ് ഉയരുന്നു, പിന്നീട് പുഴ ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെയും നമുക്കറിയാം, ഉരുള് പൊട്ടിയപ്പോൾ ഈ പുഴ ഗതിമാറി ഒഴുകിയപ്പോഴാണ് കൂടുതൽ അപകടം ഈ മേഖലയിൽ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ പുഴ വീണ്ടും ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. എന്തുകൊണ്ട് കൃത്യമായി ആ ഫണ്ട് വിനിയോഗിച്ചില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും എത്ര രൂപ ഇവിടെ വിനിയോഗിച്ചു എന്നുള്ളതിനടക്കം കൃത്യമായ കണക്കുകൾ വേണമെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസറോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവർ പറയുന്നത് തങ്ങളുടെ ജീവിത മാർഗമാണ് ഈ തേയില നുള്ളുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നാളെ മുതൽ ആ പ്രദേശത്തേക്ക് പോകുവാൻ കഴിയില്ല. തങ്ങൾക്ക് പിന്നീട് പണി ഉണ്ടാവില്ല. ആ പണിയില്ലാത്ത സമയത്ത് തങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ 300 രൂപ പോലും തങ്ങൾക്ക് അനുവദിച്ചു തരാത്ത ഈ സാഹചര്യത്തിൽ എങ്ങനെ തങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ആ നാട്ടുകാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ പലരും ഇപ്പോഴും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുവാനുണ്ട്. അതായത് ഈ നേരത്തെ തന്നെ ഈ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അന്ന് തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അത്തരത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം തങ്ങൾക്കാണ്, ഈ ജീവിച്ച് പോന്ന തങ്ങൾക്കാണ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അറിയുക. അതുകൊണ്ട് തന്നെ ആ പ്രദേശം ഒന്നുകൂടി നിരീക്ഷിച്ച് അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ലമ്പ്യ അർജുൻ, പുഞ്ചിരിമട്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. പുഞ്ചിരിമട്ടത്തെ അവസ്ഥ എന്താണ്? മുണ്ടക്കൈയിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അട്ടമല റോഡ് അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അർജുൻ, ഈ മേഖലകളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടോ ഇപ്പോൾ? അന്ന് ആ ദുരന്തത്തിന് ശേഷം ഇവരെയൊക്കെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് പക്ഷേ സ്ഥിരം വസതികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതൊക്കെ നിർമ്മാണത്തിലിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ ആ മേഖലയിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ? അവരെ എങ്ങോട്ടേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ അട്ടമല ഭാഗത്ത്, അതായത് തൊട്ടപ്പുറത്തേക്ക് ആ വനവാസി കോളനികളൊക്കെ ഉണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്ന ഇടമാണ്. ചിലരൊക്കെ ഈ ഒരു വിഷയങ്ങൾ കാരണം മറ്റു സ്ഥലത്തേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോഴും ഈ താമസിക്കുന്നത് ഈ അട്ടമല ഭാഗത്തൊക്കെ തന്നെയാണ്. മാത്രമല്ല ഈ ചൂരന്മലയുടെ ഈ പ്രദേശങ്ങളിൽ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറന്നിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കച്ചവടം സ്ഥാപനങ്ങൾ 1-2-3 കച്ചവട സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ബസ് റൂട്ട് അടക്കം ഈ പ്രദേശത്തേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ബസ് റൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി തന്നെ ആളുകൾ നിരന്തരം ഈ ഒരു പ്രദേശത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നാളെ മുതൽ ഇന്ന് മുതൽ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് കയറി വരുവാൻ ചെറിയ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ആ ഒരു അനുമതി ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായി തന്നെ, അതായത് ബെയിലി പാലത്തിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തും. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ബെയിലി പാലത്തിലടക്കം യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ചൂരന്മല മേഖലയിലേക്ക്, അതായത് ബെയിലി പാലത്തിന്റെ ഇക്കരെ തന്നെ, ബെയിലിപ്പാലം എത്തുന്നതിന് മുൻപ് തന്നെയുള്ള സ്ഥലങ്ങളിലേക്ക് അടക്കം ജനങ്ങൾ വരുന്നത് ഇപ്പോൾ നിരോധിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്തെ ഒരു സാഹചര്യമാണ്. പുഞ്ചിരിമട്ടത്തിന് തൊട്ട് മുകളിലാണ് കഴിഞ്ഞ തവണ ഉരുള് പൊട്ടിയത്. ആ സ്ഥലത്ത് ബാക്കിയുള്ള മണ്ണ് ഉണ്ടായിരുന്നു, അതായത് ഇളകി നിന്നിരുന്ന മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് ഇളകി ഈ ഒരു കുത്തൊലിച്ച മഴവെള്ളപ്പാച്ചിലിൽ ഈ ഒരു മണ്ണ് കൂടി ഇളകി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ആ മണ്ണടക്കം ഈ പ്രദേശത്തേക്ക് ഒഴുകി വരുമ്പോൾ ഈ ശക്തിയായി വരുന്ന മഴവെള്ളത്തിൽ ഈ മണ്ണും അതുപോലെ തന്നെ നേരത്തെ അടിഞ്ഞിരുന്ന ചെളിയും ഈ കല്ലുകളുമൊക്കെ ശക്തമായ രീതിയിൽ വീണ്ടും മുന്നോട്ട് ആഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിഗമനമാണ്
ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരുകരകളിലേക്കും ഈ കോരി വച്ചിട്ടുള്ള മണ്ണ് ഈ മഴവെള്ളം വരുന്നത് സാഹചര്യത്തിൽ മഴവെള്ളത്തിന്റെയും അതുപോലെ തന്നെ ഈ മഴയും വരുന്ന സാഹചര്യത്തിൽ അത് ഇടിഞ്ഞ് പുഴയിലേക്ക് തന്നെ വീഴുകയും പുഴയുടെ ഗതി മാറി ഒഴുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ സ്വാഭാവികമായും പുഴയുടെ ഒഴുക്കിനെ തടയുവാൻ യാതൊരു വിധത്തിലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫണ്ട് തട്ടുവാനുള്ള പരിപാടികളാണെങ്കിൽ പണം കീശയിലാക്കാനുള്ള പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം കൂടി ജനങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ടൗൺഷിപ്പ് പദ്ധതി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് നിന്നും തങ്ങൾക്ക് മാറേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഈ ഗോസോൺ ഏരിയകൾ തിരിച്ചിട്ടുള്ള ഈ ഗോസോൺ ഏരിയകളൊക്കെ മാറ്റി ഒന്നുകൂടി ഈ ഒരു സ്ഥലത്ത് പഠനം നടത്തിക്കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ ഇവിടെ താമസിക്കാൻ കഴിയുമെന്നുള്ളത് പിന്നീട് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. അർജുൻ തുടരുക. ഞാൻ പ്രജിത്തിലേക്ക് പോവുകയാണ്. ഒരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. പുഞ്ചിരി അട്ടത്ത് പുതിയ ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നു. മഴയിൽ ഒഴുകി വരുന്നത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇളകിയ മണ്ണ് എന്നാണ് വിലയിരുത്തൽ. പ്രജിത്ത്, ദുരന്ത നിവാരണ അതോറിറ്റി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അനന്തമ്പ്യാർ, ഈ ഘട്ടത്തിലൊരു ആശ്വാസമാണ്. കാരണം ആദ്യം ഒരു ഭയമുണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് പുഴയിലൂടെ ഒഴുകി വരുന്നത് മണ്ണും കല്ലുമൊക്കെയാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു ഈ നിമിഷവും അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒഴുകി വരുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതനുസരിച്ച് ഈ ഒഴുകി വരുന്നത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അത് ഇളകിയിരിക്കുന്ന മണ്ണ്, ആ ഉരുൾപൊട്ടിയ ഭാഗത്ത് ചില മണ്ണൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇളകിയിരിപ്പുണ്ട്. അതിൽ നിന്ന് ഇളകി വീഴുന്ന അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്ന ചെറിയ തോതിലുള്ള മണ്ണാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അത് കുറച്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. കാരണം നേരത്തെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഇളകി പോയ മണ്ണും ഭാഗവും ഒക്കെ അത് പൂർണ്ണമായും ഈ മഴയത്തൊക്കെ തന്നെയാണ് അത് ഒഴുകിപ്പോകുന്നതും ആ പ്രദേശത്ത് നിന്ന് അത് നീങ്ങി മാറുന്നതും പിന്നീട് ബാക്കിയുള്ള ഉറപ്പുള്ള ഭാഗം അത് തുടരുന്നതും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി അല്ലെങ്കിൽ ഒരു ഭൂപ്രകൃതിയായി അവിടെ മാറുന്നതും. അപ്പോൾ ഈ മണ്ണും കല്ലുമൊക്കെ ഇനിയും ദിവസങ്ങളോളം ഇങ്ങനെയും മഴ ശക്തമാകുന്ന സമയത്ത് നദിയിലൂടെ ഒഴുകി വരുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നോഗോ സോണിലേക്കുള്ള പ്രവേശനം, ഈ പുഴയിലും പുഴയുടെ നോഗോ സോണിലേക്കുമുള്ള പ്രവേശനം നേരത്തെ തന്നെ കൃത്യമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കരുത് എന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ പുതിയ അലർട്ടുകളും പുറത്തുവിടുന്നുണ്ടായിരുന്നു നമ്പ്യാർ. പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിലാണെങ്കിൽ സംസ്ഥാനത്ത് 4 ദിവസത്തേക്ക് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് വയനാട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് ഉണ്ട്. മറ്റ് ഈ പറയുന്ന ജില്ലകളിലൊക്കെ തന്നെ, അതായത് ഏതാണ്ട് 12 ജില്ലകളിലാണ് അടുത്ത 4 ദിവസത്തേക്ക് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളെല്ലാം യെല്ലോ അലർട്ടും ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകളിൽ അതിലൊക്കെ മാറ്റമുണ്ടാകാം. കൂടുതൽ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നദികളിലുള്ള ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് നെയ്യാറിൽ, പത്തനംതിട്ടയിൽ പമ്പ നദിയിലുമൊക്കെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇടുക്കി, വണ്ടിപ്പെരിയാർ, അതിനുശേഷം തൃശ്ശൂരിലെ ഗായത്രി പുഴ മുതൽ കണ്ണൂരിലെ വളപട്ടണം നദി വരെയുള്ള എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പാണ്. അതായത് സംസ്ഥാനത്ത് ഏതാണ്ട് 18ഓളം വരുന്ന നദികളിൽ ജലനിരപ്പ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ വനമേഖലയിലും മറ്റുമൊക്കെ പെയ്യുന്ന ശക്തമായ മഴയുടെ അളവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ പറയുന്ന രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന നദികളിലെ ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ആശങ്കപ്പെടുത്തുന്നതാണ്. മഴയുടെ ശക്തി കുറഞ്ഞില്ലെങ്കിൽ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി വരികയാണെങ്കിൽ നദികളിലെ ഒറ്റ കാര്യം കൂടി പ്രജിത്ത്, ചൂരൽമലയിൽ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകരും കണ്ടതാണ്. അവരുടെ ആവശ്യം സർക്കാർ വാഗ്ദാനം ചെയ്ത 300 രൂപ പോലും അവരുടെ കൈകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പരാതി. നോക്കൂ, മഴ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ബെയിലി പാലത്തിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തും. തൽക്കാലം ആ പാലത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. തോട്ടങ്ങളിലേക്ക് യാത്ര പോകുന്നത് അതുവഴിയാണ്. ഇനിയിപ്പം നിയന്ത്രണം വരികയാണെങ്കിൽ അവർക്ക് അന്നത്തേക്കുള്ള അന്നത്തിന് പോലും ആ ഒരു മുട്ടലുണ്ടാകും, ഒരു തടസ്സം ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 300 രൂപ അടിയന്തരമായും ലഭ്യമാക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് റവന്യൂ മന്ത്രി കെ രാജനോട് ചോദിക്കണം, ഒരു അപേക്ഷയാണ്.
പ്രജിത്ത്, 300 രൂപ അടിയന്തരമായും ലഭ്യമാക്കുക. പ്രജിത്ത്. അനിൽനമ്പ്യാർ, അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് നൽകാമെന്ന് പറഞ്ഞ പണമെങ്കിലും നൽകിയില്ലെങ്കിൽ പിന്നെ അവർ അതിജീവനവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഇന്നും നമ്മൾ കണ്ടതാണ്, ഈ തോട്ടം തൊഴിലാളികളെയൊക്കെ തിരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ജനങ്ങൾ അങ്ങോട്ടേക്ക് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആ മേഖലയിലേക്ക് വരും. ഇപ്പോൾ തന്നെ വളരെ ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യരാണ്. അവർക്ക് കൃത്യമായി നൽകാമെന്ന് പറഞ്ഞ തുക പോലും നൽകുന്നില്ലെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ പറയുന്ന രീതിയിൽ റവന്യൂ വകുപ്പും ഒക്കെയാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണ്ട് 706 കോടി രൂപ ഇപ്പോൾ തന്നെ പൊതുജനങ്ങൾ നൽകിയ സംഭാവന പണം കിടപ്പുണ്ട്. അതിലാകെ 36 കോടി രൂപ മാത്രം 38 കോടി രൂപ മാത്രമാണ് സർക്കാർ ഇതുവരെ വയനാട്ടിന് വേണ്ടി ചെലവഴിച്ചത്. ബാക്കിയുള്ള തുക ആ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ട് എന്നുള്ളത് കൂടി സർക്കാരിനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആ പണം വയനാട്ടുകാരുടെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. അത് വിലയിരുത്തേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. പിന്നീടുള്ള റീഹാബിലിറ്റേഷൻ പോലെയുള്ള പരിപാടികൾക്കല്ല തുക ഉപയോഗപ്പെടുത്തേണ്ടതെന്നും സർക്കാർ ഈ ഘട്ടത്തിലൊന്ന് ഓർക്കണം. ഈ പണം അടിയന്തരമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമാണ് വേണ്ടത്. അതിന് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അനിൽ. യെസ്, വളരെയധികം നന്ദി പ്രജിത്ത്. വയനാട്ടിൽ മഴ കനക്കുന്നു, ശക്തമായ മഴ. ചുരൽമലപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. പുഴ നവീകരണത്തിൻ്റെ ഭാഗമായി ഇരുകരകളിലും ഇട്ട മണ്ണ് ഒലിച്ചുപോയി. അട്ടമല റോഡിൽ വെള്ളം കയറുന്നു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം സർക്കാർ വാഗ്ദാനം ചെയ്ത 300 രൂപ പോലും നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറെ പ്രദേശവാസികൾ തടഞ്ഞു. പക്ഷേ ഒരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. പുഞ്ചിരിമട്ടത്ത് പുതിയ ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നു. പാലക്കാട് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി തിരച്ചിൽ തുടരുന്നു. ഇന്നലെ വൈകിട്ടാണ് കാവശ്ശേരി എരകുളം സ്വദേശി പ്രണവ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്ന് 3 സ്കൂബ ടീം ഉൾപ്പെടെയാണ് പരിശോധന നടത്തുന്നത്. ആലത്തൂർ SN കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രണവ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ജമ്മു കശ്മീരിനെ ഒഴിവാക്കി ഡോക്യുമെൻ്ററി നിർമ്മിച്ച കോഴിക്കോട് മെയ്ത്ര ആശുപത്രിക്കെതിരെ പരാതി നൽകി ഹിന്ദു ഐക്യവേദി. സംഭവത്തിൽ എലത്തൂർ പോലീസ് കേസെടുത്തു. അർബുദ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് ഭാരതത്തെ വികലമായി ചിത്രീകരിച്ചത്. പരാതി നൽകിയതോടെ പരസ്യം പിൻവലിച്ചു. ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഷാജിയാണ് പരാതി നൽകിയത്. ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇത്തരത്തിലൊരു ഭൂപടം കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? മിത്ര ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഭാരതത്തിന്റെ വികലമായ ഭൂപടം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള MC ഷാജി എലത്തൂർ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എലത്തൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മൈത്ര ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് എതിരെയും ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച ആളുകൾക്കെതിരെയുമാണ് പ്രാഥമികമായി കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ആളുകളെയൊക്കെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്നാണ് എലത്തൂർ SHO ആയിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അവരിൽ നിന്നും അറിയാൻ സാധിച്ചത്. നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാൻസറിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ വീഡിയോ ആണ് ഈ മൈത്ര ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ ഭാരതത്തിന്റെ ആകെ കാര്യം പറയുന്ന സമയത്താണ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഈ ഭാഗത്തെ ഭാരതത്തിന്റെ വടക്കേയറ്റത്തെ അതിർത്തിയായി ചിത്രീകരിച്ചുകൊണ്ട് ലഡാക്കും ജമ്മു കാശ്മീരും വരുന്ന ഭാരതത്തിന്റെ ശിരസിനെ പൂർണ്ണമായും ഇല്ലാതെ ഒരു ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. റെഡ് മാർക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഭാരതത്തിന്റെ ഭൂപടത്തെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു. മൈത്ര ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തതല്ല എന്നാണ്. അതായത് ഇതൊരു വ്യാജ വീഡിയോ ആണ്, ഇത്തരത്തിലൊരു വീഡിയോ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടില്ല. അത്തരം വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ അവരൊരു കുറിപ്പിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഈ അടുത്തു നിൽക്കുന്ന കാലത്താണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള എന്നും നമ്മൾ അതിനുവേണ്ടി നിരവധി ദേശാഭിമാനിയായിട്ടുള്ള ദേശീയ നേതാക്കൾ പോരാടുകയും ജീവമൃത്യു വരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്.
എന്നും നമ്മുടെ അഭിമാന സ്തംഭം പോലെ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്തെയാണ് ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ഭൂപടം ചിത്രീകരിക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ മൈത്ര ഹോസ്പിറ്റലിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഹാൻഡിലുകളിലോ ഒക്കെ നോക്കുന്ന സമയത്ത് ഈ ഭാഗം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടെയുള്ള പൂർണ്ണമായും ഭാരതത്തിൻ്റെ പൂർണ്ണ ഭൂപടം തന്നെയാണ് ഇപ്പോൾ അവർ ചിത്രീകരിച്ചിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന മറുപടി അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഇത് ഞങ്ങൾ ചിത്രീകരിച്ചതല്ല, മറ്റാരും എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് എന്നൊരു വാദം അവരുടെ മുമ്പിൽ നിന്ന് വരുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് എഡിറ്റ് ചെയ്ത ആളെ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് വിവരം തേടേണ്ടത് മെറ്റയോടെ ഈ കാര്യം സംബന്ധിച്ച വിവരം തേടിയിട്ടുണ്ട് എന്നാണ് എലത്തൂർ SHO അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധികളെയും ഈ വീഡിയോയിൽ അഭിനയിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളത്. മൈത്ര ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, പ്രതിഷേധ പരിപാടികൾ എന്തായാലും ഹിന്ദു ഐക്യവേദിയുള്ള സംഘടനകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന ഒരു ചിത്രീകരണം ഈ മൈത്ര ഹോസ്പിറ്റലിൻ്റെതായ രീതിയിൽ പ്രചരിക്കുന്നു. അത് മൈത്ര ഹോസ്പിറ്റലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇല്ലെങ്കിൽ കൂടിയും അത്തരം വീഡിയോ ഇവർ ഉണ്ടാക്കിയത് എന്ന രീതിയിലുള്ള തരത്തിൽ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നുണ്ട്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്രചരിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഭൂപടം നിർമ്മിച്ചത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിനാൽ തന്നെ ഇതിനു മുന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അനിൽ നമ്പ്യാർ. യെസ്, ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ജമ്മു കശ്മീരിനെ ഒഴിവാക്കി ഡോക്യുമെൻ്ററി നിർമ്മിച്ച കോഴിക്കോട് മൈത്ര ആശുപത്രിക്കെതിരെ പരാതി നൽകി ഹിന്ദു ഐക്യവേദി. സംഭവത്തിൽ എലത്തൂർ പോലീസ് കേസെടുത്തു. അർബുദ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് ഭാരതത്തെ വികലമായി ചിത്രീകരിച്ചത്. പരാതി നൽകിയതോടെ പരസ്യം പിൻവലിച്ചു. ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഷാജിയാണ് പരാതി നൽകിയത്. ഗോകുൽ K വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI. കോടതിയിൽ NIA ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു. ഇതര മതസ്ഥരെ PFI ലക്ഷ്യം വെച്ചെന്ന് NIA 2047 ഇസ്ലാമിക രാഷ്ട്രമാണ് PFI ലക്ഷ്യം വെച്ചതെന്നും NIA റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നേരത്തെ തന്നെ നിരോധിത സംഘടനയായ PFIയുടെ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. പക്ഷേ അന്ന് 977 പേര് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന വിവരം പുറത്ത് വന്നിരുന്നില്ല. ഇപ്പോഴിതാ കോടതിയിൽ NIA ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഹിറ്റ് ലിസ്റ്റിൽ മറ്റേതൊക്കെ പ്രമുഖരുണ്ട്? എന്താണ് വിശദാംശങ്ങൾ ജിജീഷ്? അന്നമ്പേർ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പുറത്തു വന്നത് ഏതാനും പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്ന വിവരങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത് എങ്കിൽ ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 1000-ഓളം പേർ, അതായത് 977 പേർ, കൃത്യമായ കണക്കുകളിൽ 977 പേരാണ് ഭീകരവാദികളുടെ PFI മതഭീകരവാദ ഗ്രൂപ്പിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഓരോ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി ആ ഹിറ്റ് ലിസ്റ്റ് അനുസരിച്ച് ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം ആരെ വകവരുത്തണം എന്ന ക്രമത്തിലായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. ഇതിൽ RSSൻ്റെയും BJPയുടെയും എല്ലാം തന്നെ നേതാക്കളും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധിന്യായങ്ങൾ ഭീകരതയ്ക്കെതിരെ പുറപ്പെടുവിച്ച ന്യായാധിപരും എല്ലാം തന്നെ ഈ ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പ്രതിയായ റിയാസുദ്ദീൻ്റെ പക്കൽ നിന്നും 240 പേരുടെ പട്ടിക ദേശീയ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. 240 പേരെന്ന് പറയുന്നത് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേതാക്കൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു. റിപ്പോർട്ടേഴ്സ് വിങ് എന്നറിയപ്പെടുന്ന ഒരു വിങ്ങാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക ആദ്യം തയ്യാറാക്കുന്നത്. പിന്നീട് ആക്രമണം നടത്തേണ്ട മറ്റൊരു ഗ്രൂപ്പിന് അത് കൈമാറുന്നു, അവരത് പ്രാവർത്തികമാക്കുന്നു എന്നതാണ് ചെയ്തു വന്നിരുന്ന ഒരു രീതി, ഭീകരതയുടെ ഒരു രീതി എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല അയൂബ് എന്ന മറ്റൊരു പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് 500 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ്. ഒപ്പം തന്നെ മാപ്പുസാക്ഷിയായ ഒരാളുടെ കൈവശം 232 പേരുടെ പട്ടികയായിരുന്നു, ഹിറ്റ് ലിസ്റ്റിലെ പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. പെരിയാർ വാലിയിൽ നടത്തിയ പരിശോധനയിൽ 5 പേരുടെ പട്ടിക കൂടി, കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക കൂടി ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഉള്ളതാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു.
പ്രൊട്ടക്ട് വിറ്റ്നസ് എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരുവിവരങ്ങൾ തങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും രഹസ്യ സ്വഭാവം ഉള്ളത് ആണ് എന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി പുറത്തു വരുന്ന പേരുകൾ അല്ലെങ്കിൽ അത് പൂർണ്ണമായും തന്നെ അത് അവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് ദേശീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ദേശീയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ദേശീയത ഉയർത്തുന്ന രാഷ്ട്രീയ പൊതുസംഘടനകളുടെ നേതാക്കളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. മാത്രമല്ല ഭീകരതയ്ക്കെതിരെ നിരന്തരമായ പ്രചാരണം നടത്തിയിരുന്ന ചില സംഘടനകളെയും ഇത്തരത്തിൽ അവരുടെ നേതാക്കളെയും എല്ലാം ലക്ഷ്യം വെച്ചിരുന്നു. അങ്ങനെ കൃത്യമായി തന്നെ ആസൂത്രണ പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്ന് കൂടി ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 4 PFI ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി സുപ്രധാനമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് അക്കമിട്ടുകൊണ്ട് എങ്ങനെയാണ് PFIയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് വിവിധ ഗ്രൂപ്പുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വിങ്ങുകൾ പ്രവർത്തിച്ചിരുന്നത്, റിപ്പോർട്ടേഴ്സ് വിങ് പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയാണ്, ആക്ടിംഗ് വിങ്, കൊലപാതകങ്ങൾ അടക്കം നടത്തിയിരുന്ന വിങ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, ആസൂത്രണം ചെയ്യുന്ന നേതാക്കൾ ആരെല്ലാമാണ് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളായിരുന്നു വിവിധ അന്വേഷണങ്ങളുടെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത്. എറണാകുളം ആലുവയിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തടക്കം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഈ ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. നിരവധി ലഘുലേഖകൾ അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതര മത വിരോധം പരത്തുന്ന അത്തരത്തിലുള്ള പോസ്റ്റുകളും പ്രചരണ സാമഗ്രികളും എല്ലാം തന്നെ അന്ന് പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇതര മതസ്ഥരായ ആളുകളെയും ഇതര മത നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടും രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹിറ്റ് ലിസ്റ്റ് കൂടി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നന്ദി ജിജീഷ്. 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI കോടതിയിൽ NIA ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു. ഇതര മതസ്ഥരെ PFI ലക്ഷ്യം വെച്ചെന്ന് NIA. 2047 ഇസ്ലാമിക രാഷ്ട്രമാണ് PFI ലക്ഷ്യം വെച്ചതെന്നും NIA റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചലച്ചിത്രത്തിൻ്റെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിൽ കേന്ദ്ര സെൻസർ ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ചിത്രം വീണ്ടും സെൻസർ ബോർഡ് കാണുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പുതിയ തീരുമാനം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഹർജി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റി. ചിത്രത്തിൻ്റെ ടീസർ സെൻസർ ചെയ്തതാണെന്ന് നിർമ്മാണ കമ്പനി ചൂണ്ടിക്കാട്ടി. സെൻസർ ബോർഡിൻ്റെ സാക്ഷ്യപത്രം വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിൻ്റെ നിർമ്മാണ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക് തിരിച്ചു. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണിത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിലാകും SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. SCO യോഗത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയേക്കും. റഷ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരെയും അദ്ദേഹം കാണും. പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് പരസ്പരം ആക്രമിക്കാതെ ഇസ്രയേലും ഇറാനും. അതേസമയം B-2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ UN പ്രതിനിധി ഡൊറോത്തി ഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി. ഇസ്രയേലിൽ നിന്ന് 224 ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഭാരതീയരെ തിരിച്ചെത്തിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിലൂടെ 818 ഭാരതീയർ ഇസ്രയേലിൽ നിന്ന് മടങ്ങിയെത്തി. ജോർദാൻ, ഈജിപ്ത് വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതെന്ന് മന്ത്രി ശോഭ കരന്തലജയെ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്തായാലും ഓപ്പറേഷൻ സിന്ധു ദൗത്യം അത് വിജയകരമായിരുന്നു. താൽക്കാലികമായി
നിർത്തിയിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്ന് 224 ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ ജിഷു. അൽനബേർ, നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനത്തിലേക്ക് എത്തുകയും ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ദൗത്യം ആരംഭിച്ച പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതിന് താല്പര്യമുള്ള എല്ലാ പൗരന്മാരെയും തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് നിലവിൽ ഭാരതത്തിൻ്റെ നിലപാട്. അതനുസരിച്ച് ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഇസ്രായേലിൽ നിന്ന് 224 പൗരന്മാരുമായിട്ടാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഡൽഹിയിൽ പാലം എയർബേസിൽ വന്നിറങ്ങിയിട്ടുള്ളത്. അവിടെ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ഭാരതത്തിൻ്റെ പൗരന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇന്ന് 224 പൗരന്മാർ കൂടി തിരിച്ചെത്തിയതോടെ ഇസ്രായേലിൽ നിന്ന് 818 പേരെയാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഭാരതം ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത്. അയൽ രാജ്യങ്ങളായിട്ടുള്ള ജോർദാനിലൂടെയും ഈജിപ്തിലൂടെയുമാണ് ഇസ്രായേലിൽ നിന്ന് കരമാർഗം ഈ രണ്ട് രാജ്യങ്ങളിലേക്കും എത്തിച്ച് അവിടെ നിന്ന് പിന്നീട് വിമാനമാർഗമാണ് ഭാരതീയരെ തിരിച്ചെത്തിച്ചിട്ടുള്ളത്. ശോഭാ കരന്തലജയുടെ പ്രതികരണം പരിശോധിക്കുമ്പോൾ ഭാരതത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരെയും വളരെ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിക്കും. അത് ഭാരതത്തിൻ്റെ ധർമ്മമാണ്, കടമയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം അയൽ രാജ്യങ്ങളിലെയും നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പൗരന്മാരെയും ഭാരതം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഈ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയും ശോഭാ കരന്തലജെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ 2500-ലധികം പൗരന്മാരെയാണ് ഇറാനിൽ നിന്ന്, ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിൽ മേഖലയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഭാരതം തിരികെ എത്തിച്ചിട്ടുള്ളത്. ഇറാനിൽ സ്ഥിതിഗതികൾ അത്രയധികം രൂക്ഷമായ സമയത്ത് ഇറാൻ്റെയും ഒപ്പം അയൽ രാജ്യങ്ങളായിട്ടുള്ള അർമേനിയ, തുർക്ക്മെനിസ്ഥാൻ ഈ രാജ്യങ്ങളുടെയും സഹകരണത്തോടുകൂടി ഇറാനിൽ നിന്ന് കരമാർഗം ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഭാരതത്തിൻ്റെ പൗരന്മാരെ എത്തിക്കുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഭാരതത്തിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധു തികഞ്ഞ വിജയമായിരുന്നു. ലോകത്തേത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം രാജ്യം കൈത്താങ്ങായി കൂടെ ഉണ്ടാകും എന്നുള്ള സന്ദേശമാണ് ഭാരതത്തിൻ്റെ, ലോകം മുഴുവനുള്ള ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് ഓപ്പറേഷൻ സിന്ധുവിലൂടെ നൽകിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം മറ്റൊരു വിമാനം കൂടി ഈ ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാരുമായി ഡൽഹിയിലെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. നന്ദി ജിഷു. ഇസ്രയേലിൽ നിന്ന് 224 ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിലൂടെ 818 ഭാരതീയ ഇസ്രയേലിൽ നിന്ന് മടങ്ങിയെത്തി. ജോർദാൻ, ഈജിപ്ത് വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതെന്ന് മന്ത്രി ശോഭ കരന്തലജെ അറിയിച്ചു. ജിഷുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിലെയും ഇരുണ്ട കാലവും ഭരണഘടനാ ഹത്യയുടെ 50 ആണ്ട്. ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥയിൽ ഭരണഘടനാ മൂല്യങ്ങൾ മാറ്റിവയ്ക്കപ്പെട്ടു. മൗലികാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കി. വിദ്യാർത്ഥികളെയും സാധാരണ പൗരന്മാരെയും ജയിലിലടച്ചു. കോൺഗ്രസ് സർക്കാർ ജനാധിപത്യത്തെ അറസ്റ്റ് ചെയ്തുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചുനിന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല, എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി. ഗാന്ധിയുടെ സത്യനിഷ്ഠ, ആദർശശുദ്ധി, ബ്രഹ്മചര്യ, ആത്മീയഭാവം ഇതെല്ലാം മോദിക്കുമുണ്ട്. രാഷ്ട്രീയം കണ്ടിട്ടല്ല ഇങ്ങനെ പറഞ്ഞത്. തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും MP പ്രിയങ്ക ഗാന്ധിയെയും ശിവഗിരി മഠത്തിലെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു. രണ്ടുപേരും ചടങ്ങിന് വന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമാറാണ് പലരും വിലയിരുത്തിയതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ. പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്ന ഈ 10-11 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്. തീർത്ഥാടന വേള, ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, വന്നില്ല.
നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. രണ്ടാം തവണ അധികാരത്തിലേറിയ ശേഷം വിവിധ തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച 26 സീറ്റുകളിൽ 24 എണ്ണത്തിലും LDF പരാജയപ്പെട്ടു. ഭരണവിരുദ്ധ വികാരവും മാസപ്പടി വിവാദവുമെല്ലാം പിണറായി വിജയന്റെ സ്വീകാര്യത ഇല്ലാതാക്കിയെന്ന സൂചനയാണ് ഈ ഫലങ്ങൾ നൽകുന്നത്. PDP പോലെയുള്ള തീവ്ര വർഗീയ ശക്തികളുമായി പരസ്യബാന്ധവം വയ്ക്കുകയും പച്ചയായ വർഗീയ പ്രചരണം നടത്തിയിട്ടും നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് CPM-ഉം ഇടതുമുന്നണിയും. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനുപരി അഭിമാന പോരാട്ടമായി കണ്ട മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ച മണ്ഡലത്തിലാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ശേഷി കൂടിയാണ് നിലമ്പൂരിലെ തോൽവിയോടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. 2021 ചരിത്രപരമായ വിജയത്തിനു ശേഷം 5 ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ LDF നേരിട്ടത്. ആകെ 26 സീറ്റുകൾ. ഇതിൽ 24 ഇടതുമുന്നണി മൂക്കുകുത്തി വീണു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമായിരുന്നു ആദ്യത്തെ പരാജയങ്ങൾ. UDF സിറ്റിംഗ് സീറ്റുകളെന്നതും തെരഞ്ഞെടുപ്പ് സാഹചര്യവും ചൂണ്ടിക്കാട്ടിയാണ് പരാജയത്തെ ന്യായീകരിച്ചത്. തുടർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. 19 LDF-ന് കനത്ത തോൽവി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ സീറ്റിലും വയനാട് ലോക്സഭാ സീറ്റിലും ഇടതുമുന്നണിക്ക് പരാജയം മാത്രം. ആലത്തൂരിലൂടെ ലോക്സഭാംഗത്തെ കിട്ടിയതും ചേലക്കരയിൽ കഷ്ടപ്പെട്ട് ജയിച്ചു കയറിയതുമാണ് രണ്ടാം പിണറായി സർക്കാർ. അധികാരത്തിലെത്തിയ ശേഷമുള്ള CPM-ന്റെ ആകെ വിജയങ്ങൾ. ഇവിടെ രണ്ടിടത്തും K. രാധാകൃഷ്ണൻ ഇഫക്റ്റാണ് വിജയകരമായതെന്നതും മറന്നുകൂടാ. പിന്നെയാണ് നിലമ്പൂരിലെ തോൽവി കൂടിയെത്തുന്നത്. ഇതോടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തുടർ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി നേതൃത്വം നൽകുന്നതും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത കൂടുകയാണ്. ജനം, തിരുവനന്തപുരം. നിലമ്പൂരിലെ ദയനീയ പരാജയത്തിൽ CPM-ൽ കല്ലുകടി. M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗത്തിന് MV ഗോവിന്ദനോട് കടുത്ത എതിർപ്പ്. പാർട്ടിയിലെ ഭൂരിപക്ഷം V. വസീഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ MV ഗോവിന്ദന്റെ വാശിയാണ് M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായേക്കും. താരപ്രചാരകരെയും സാഹിത്യകാരന്മാരെയും ഇറക്കി പ്രചരണം നടത്തിയിട്ടും ദയനീയ പരാജയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിലമ്പൂർകാരനെങ്കിലും മണ്ഡലത്തിൽ സജീവമല്ലാത്ത M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചതും പരാജയത്തിന് ആക്കം കൂട്ടി. മണ്ഡലം നിലനിർത്തുക എന്നത് CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു. ദയനീയമായി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതും CPM-നെ സംബന്ധിച്ച് ബാലികേറാമലയായി മാറി. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. ഇത് കൂട്ടാക്കാതെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പിടിവാശിയാണ് M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചത്. പൊതുവെ മണ്ഡലത്തിന് അപ്പുറനായ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തിരിച്ചടി നേരിടുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കൂട്ടാക്കാതെയുള്ള തീരുമാനമാണ് കനത്ത തിരിച്ചടിയായതും നാണക്കേടുണ്ടാക്കി തീർത്തതും. സ്വന്തം വാർഡിലും ബൂത്തിലും ലീഡ് നിലനിർത്താൻ M. സ്വരാജിന് ആയില്ല എന്നതും വലിയ നാണക്കേട് പാർട്ടിക്കുണ്ടാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് പൊതുവിലെ വിലയിരുത്തൽ. വിഷയത്തിൽ നേതാക്കൾക്കിടയിലെ അമർഷവും പൊട്ടിത്തെറിയും നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തേക്കും. രൂക്ഷമായ വിമർശനങ്ങളാകും MV ഗോവിന്ദനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുക. തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിലും വിഷയം ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.